ഗുഡ് മോർണിംഗ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ സെക്കൻഡ് ലെക്ചർ, വീഡിയോ ലെക്ചറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ്, ഓൺ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ അടുത്ത ലെക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ഒന്നും അല്ല, അതിൻ്റെ ഫണ്ടമെന്റൽസ് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മെക്കാനിക്സും അതുപോലെ തന്നെ എന്താണ് റിജിഡ് ബോഡി കൺസെപ്റ്റ്, പ്രിൻസിപ്പൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റംസ്. കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു തിയറി പോർഷൻ ആണ്. കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റത്തിന്റെ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് ചെറിയ ചെറിയ ഡെറിവേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ഒരു ചെറിയ ഡെറിവേഷൻ കാണും. ആ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ലോസ് ഓഫ് മെക്കാനിക്സിലെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ലെക്ചറിലേക്ക് കടക്കാം. ഓക്കെ, സോ നമ്മുടെ ലോസ് ഓഫ് മെക്കാനിക്സ് 2016 സ്കീമില് 2016 സ്കീം ആയിരുന്നപ്പോൾ വളരെ റെഗുലർ ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ലോസ് ഓഫ് മെക്കാനിക്സ്. ലോസ് ഓഫ് മെക്കാനിക്സ് നമുക്ക് 5 ലോസ് ഉണ്ട്. 5 ലോസ് ആണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോസ് ഓഫ് മെക്കാനിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളത് ലോസ് ഓഫ് മെക്കാനിക്സ്. ലോസ് ഓഫ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ലോസ് ഓഫ് മോഷൻ. അതിനകത്ത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അതാണ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ ഓഫ് മെക്കാനിക്സ് എന്നും റിഗാർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലോസ് ഓഫ് മെക്കാനിക്സിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതും ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ സെക്കൻഡ് ലോ തന്നെയാണ്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലോ എന്നും പറയുന്നത്. തേർഡ് ലോ ഓഫ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലോ ഓഫ് മെക്കാനിക്സ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ഫോർത്ത് ലോ, നമുക്ക് ഫോർത്ത് ലോ ഓഫ് മോഷൻ ഉണ്ടോ? ഫോർത്ത് ലോ ഓഫ് മോഷൻ ഉണ്ടോ? ഇല്ല, ഫോർത്ത് ലോ ഓഫ് മോഷൻ ഇല്ല. എന്നാൽ ലോസ് ഓഫ് മെക്കാനിക്സിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ലോസ് ഓഫ് മെക്കാനിക്സിനകത്ത് നമുക്ക് 5 ലോസ് ആണുള്ളത്. നമുക്ക് എത്ര ലോസ് ആണുള്ളത്? 5 ലോസ് ആണുള്ളത്. ഓക്കെ, ഫോർത്തും ഉണ്ട് അതുപോലെ ഫിഫ്ത്തും ഉണ്ട്. അങ്ങനെ 2 ലോസ് ആണ് നമുക്കുള്ളത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത 2 ലോസ് ആണ്. കേട്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. 2 ലോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതുപോലെ നമുക്ക് ഏതും കൂടെ ഉണ്ട്, 5ാമതൊരു ലോയും കൂടെ ഉണ്ട്. ഈ ലോയെ വിളിക്കുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വരെ നിങ്ങൾ 10ാം ക്ലാസ് വരെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. എന്നാൽ 5ാമത്തെ ലോ നിങ്ങൾ +1 കേട്ടിട്ടുള്ള ഒരു പേരാണ്. അതെ, പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. വെക്റ്റർ അഡീഷൻ, വെക്റ്റർ parallelogram law of vector addition. We say it as parallelogram law of vector addition or simply parallelogram law. ഇതിൽ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള 3 ലോസ് ആണ് ഈ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ.
അത് ഫുള്ള് ബ്ലാക്ക് ആവുള്ളൂ. ഓക്കെ, നമ്മുടെ ഫുൾ ബ്ലാക്ക് ആയിരിക്കട്ടെ, ഫുൾ റെഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 5 ലോസ് ഓഫ് മെക്കാനിക്സ്. നമ്മൾ ഈ ഓരോ ലോസും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇതിന്റെ ഫണ്ടമെന്റൽസ് മാത്രമേ പറഞ്ഞു പോവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. എന്തായാലും നിങ്ങൾ ഇപ്പം എൻ്റെ നോട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ഞാൻ പഠിപ്പിക്കുന്നത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ കോളേജിലും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എടുത്തു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്, നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഇതൊക്കെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ലാഗ് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇതിനിടയിലുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഈ ലാഗ് അടിക്കുന്നത്. ചില ഡിസ്ട്രാക്ഷൻസ് കൊണ്ടാണ് ലാഗ് അടിക്കുന്നത്. വേറെയും കുറെ വർക്കുകളുണ്ട്. അപ്പം എന്തായാലും അത് പറഞ്ഞ് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ ലോസ് ആയിട്ട് പെട്ടെന്ന് നോക്കി പോവാം. നോക്കൂ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണ്? എവരി ബോഡി റിമെയിൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ unless or until it is compelled by an external unbalanced force. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ബോഡി അത് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്, either it can be a rest or motion. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോഡിക്ക് യാതൊരു അനക്കവും ഇല്ല, അതായത് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്സ് അതിന് യാതൊരു പൊസിഷൻ ചേഞ്ചും ഇല്ല. അതാണ് സയന്റിഫിക്കലി പറയുന്നത്. അതായത് നമ്മളൊരു ജാറ് കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോക്സിനെ കൊണ്ട് നമ്മൾ സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബോക്സിന് അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്കൊന്നും മാറ്റമില്ലെങ്കിൽ we say it as the body is in rest. So if a body is remaining in the state of rest, or it can be in a continuous uniform motion, ആയിരിക്കാം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കാം, ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കാം. അതിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 11th. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ അത് റെസ്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ മീഡിയ കാരണം, ഒരു കാറ്റടിച്ചപ്പോൾ ബോക്സ് പറന്നുപോയി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ആ റെസ്റ്റ് ഇരിക്കുന്ന സാധനത്തിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്, അതായത് ഒരു കാറ്റടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ്, ഒരു ഇമ്പാക്ട് ഫോഴ്സ് ആക്ട് ചെയ്തു, അതായത് നമ്മൾ അങ്ങനെ തള്ളി അങ്ങ് വിട്ടു ഇതിനെ, അപ്പോൾ അത് തെറിച്ചു പോയി. അപ്പൊ അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണം അത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ആയി. മനസ്സിലായോ? ക്ലിയർ ആണോ? എവരി ബോഡി will remain in the state of rest or uniform motion unless it is compelled by an external force. യൂണിഫോം മോഷൻ ഇരിക്കുന്ന സാധനം, അതായത് ഒരു ബോൾ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ ഇങ്ങനെ ഉരുണ്ട് വരെയാണ്. ഉരുണ്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കൊണ്ട് നിർത്തി. ആ കൈ കൊണ്ട് നിർത്തൽ എന്ന് പറഞ്ഞ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയി. ഓക്കെ, സോ നൗ മൂവിങ് ഓൺ ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം, നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ലോയും തേർഡ് ലോ എല്ലാവർക്കും കാണാതെ അറിയായിരിക്കും, സെക്കൻഡ് ലോ ആണ് എല്ലാവരും മറന്നു പോകുന്നത്. നോക്കൂ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഈ മൊമെന്റം ഒക്കെ എന്തുവാ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, 11th +1 ഫിസിക്സിൽ. The rate of change of momentum is equal to applied force and takes place in the direction of applied force. നമ്മൾ പണ്ട് 11th പഠിച്ചിങ്ങനെ ആയിരിക്കില്ല. The rate of change of momentum is directly proportional to the force applied to it. എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ? മൊമെന്റം, how do we represent momentum? ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാ? യെസ്, ഇറ്റ് ഈസ് ന്യൂട്ടൺ, റൈറ്റ്? ഇറ്റ്സ് ന്യൂട്ടൺ. And we use the symbol N for representing the force. Similarly, force N ആണ്, ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞ എഫും
അതിന്റെ SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. അതെ, SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഓൾ ഓവർ ദി വേൾഡ്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്നല്ല, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയാലും ഇപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അത് ന്യൂട്ടൺ ആവാം, കിലോ ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. അത് നമ്മൾ കിലോ ന്യൂട്ടൺ അങ്ങനെ പല രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പണ്ട് കാലത്താണെങ്കിൽ CGS സിസ്റ്റം ഉണ്ടായിരുന്നു, FPS സിസ്റ്റം ഉണ്ടായിരുന്നു, MKS സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ SI സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് നമ്മുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എഫിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അതൊരു മിസ്റ്റേക്ക് ആവരുത്. ഓക്കെ, സോ ഫോഴ്സ് അങ്ങനെ എഴുതാം. Okay, now going to the next one, momentum. Momentum represented by the letter what? ഏത് ലെറ്റർ ആണ് നമ്മൾ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ? P. ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഓക്കെ, ഞാനത് പറയാൻ മറന്നുപോയി. എഫിന്റെ ഇക്വേഷൻ എന്താണ്? അത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോണേ ഉള്ളൂ. സോറി, മറന്നുപോയി. എഫിന്റെ ഇക്വേഷൻ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നോക്കൂ, മൊമെന്റം ആണ് അല്ലെ? മൊമെന്റം അല്ല, മൊമെന്റം ഈസ് P. ദാറ്റ് ഈസ് P is the symbol that is used to represent momentum. അതുപോലെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി. അതായത് ഒരു ബോഡിയുടെ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി, ഇപ്പം നമ്മൾ പറയൂലേ, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സാധനം, ഒരു കല്ല്, ആ കല്ലിനെടുത്ത് നമ്മൾ തൂക്കിയെടുത്ത് ഒരു സർഫസിന്റെ മേളിൽ എടുത്തെറിഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് അവിടെ ഉണ്ടായ മൊമെന്റം? അത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ കല്ലിന്റെ വെയിറ്റ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന മാസ് ആണ്. വെയിറ്റും മാസും ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാറ്ററിന്റെ മാസ് ആണ്. അതായത് അതിനൊരു മാറ്റർ കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റിന്റെ ഇതാണ്, അതിന്റെ മാസിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഗ്രാവിറ്റിയും കൂടെ കൺസിഡർ ചെയ്യും അവിടെ. വി ആർ മൾട്ടിപ്ലൈങ് ദ മാസ് വിത്ത് 9.81. അതറിയാമല്ലോ, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ മാസ് എടുക്കുന്നത്. നോക്കൂ, മാസ് ഇൻറ്റു വെലോസിറ്റി, ഇതാണ് മൊമെന്റം. ഓക്കെ, മാസ് ഇൻറ്റു ഞാൻ മാസിന് ക്യാപിറ്റൽ എം കൊടുക്കുക. മാസ് ഇൻറ്റു വെലോസിറ്റി, ഇതാണ് നമ്മുടെ മൊമെന്റത്തിന് യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി ഫോഴ്സിന്റെ എക്സ്പ്രഷനും കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇവിടെ പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അല്ലേ? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ് എന്നാണ് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഫോഴ്സ് ഞാൻ F എന്ന് എഴുതുകയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഓക്കെ നോക്കട്ടെ, ഞാനത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണേ. d/dt ഓഫ് P, അതായത് മൊമെന്റം ഈസ് ഈക്വൽ ടു F എന്ന് എഴുതാമോ എന്നാണ് എൻ്റെ ചോദ്യം. d/dt എന്ന് പറഞ്ഞാൽ
ഡിഫറൻഷിയേറ്റിംഗ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻഷിയേറ്റിംഗ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് dp/dt is equal to f. f എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്, ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ്, അതാണ് എഫ്. അപ്പൊ നോക്കൂ, d/dt ഓഫ് p is equal to f എന്നല്ലേ. p എന്താണ്? വി നോ ദാറ്റ് p is equal to എന്താണെന്നറിയാം? m into v ആണല്ലോ. p is equal to m into v ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ p ന്റെ സ്ഥാനത്ത് ഞാൻ എഴുതുന്നു m into v. അപ്പൊ d/dt ഓഫ് m into v is equal to എന്തെന്ന് എഴുതി? f എന്ന് എഴുതി. ഓക്കെ, നോക്കൂ, ശ്രദ്ധിക്കണേ. m എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞു. നോക്കൂ, കല്ലെടുത്തെറിഞ്ഞു. കല്ല് നമ്മൾ എടുത്തെറിയുമ്പോൾ, കല്ലെന്ന് പറഞ്ഞാൽ ഒരു ടൈം ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണോ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ. അതായത് ഒരു കല്ലിന് നമ്മൾ എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ടൈം മാറുന്ന അനുസരിച്ച് അതിന്റെ വെയിറ്റ് മാറുമോ? മാറില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും വി കനോട്ട് ഡിഫറൻഷിയേറ്റ് എം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരിക്കലും നമുക്ക് എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് പറയാം? നമുക്ക് എമ്മിനെ കോൺസ്റ്റന്റ് ആക്കി പുറത്തോട്ട് എടുക്കുക അല്ലെ. അപ്പൊ എം ഇൻറ്റു d/dt അകത്തോട്ട് പോവേണേ, അതായത് വിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം d/dt ഓഫ് വി ഉള്ളൂ, പാവം വി മാത്രമേ അകത്ത് പോയുള്ളൂ. എം രക്ഷപ്പെട്ടു, എം ചാടി പുറത്തു വന്നു. എം കോൺസ്റ്റന്റ് അല്ലേ, അതുകൊണ്ട് പുറത്തു വന്നു. ഇസ് ഈക്വൽ ടു എഫ് എന്ന് വന്നു. ഓക്കെ, നമുക്ക് ഇനി എന്ത് എഴുതാം? നോക്കൂ, എം ഇൻറ്റു d/dt ഓഫ് വി. ഈ d/dt ഓഫ് വി എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു 0 എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. സോറി, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അതെ, d/dt ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ a. therefore m into d/dt ഓഫ് v എന്താണ്? ആക്സിലറേഷൻ is equal to f. therefore we got the expression എന്തെന്ന് പറയാം? f is equal to m into a അല്ലെങ്കിൽ ma. f is equal to m into a. ആക്ച്വലി ഇവിടെ ചെയ്യുന്ന വേറൊരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതായത് f is directly proportional to d/dt of p ആണ്. ഓക്കെ, നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് നമ്മളിപ്പം പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരണം. മനസ്സിലായോ? അറിയാമോ? ആ കൺസെപ്റ്റ് അറിയാമോ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ കളയാൻ പറ്റൂ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ കളയുമ്പോൾ ഇവിടെ ആക്ച്വലി ഈ d/dt ഓഫ് p യുടെ കൂടെ ഒരു k എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൂടെ വരും. ആക്ച്വലി വി വിൽ ബി അസ്യൂമിങ് ദാറ്റ് k ആസ് 1. അതുകൊണ്ടാണ് അതങ്ങ് പോയത്. ഓക്കെ, കാരണം സെക്കൻഡ് ലോ ഓഫ് മോഷനകത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, ഇതിപ്പോ ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, ശരി. അപ്പം നമുക്ക് സെക്കൻഡ് ലോ കഴിഞ്ഞു. സെക്കൻഡ് ലോ വെച്ച് ഡെറൈവ് ചെയ്തെടുത്ത ഈ ഒരു എക്സ്പ്രഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സ്പ്രഷൻ നമുക്ക് ചില രീതിയിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഗോയിങ് ടു ദ തേർഡ് ലോ. നൗ ഗോയിങ് ടു ദ തേർഡ് ലോ. ഓക്കെ, we are moving to the third law. Okay. Okay. നമുക്ക് തേർഡ് ലോയിലേക്ക് പോവാം. ഓക്കെ, തേർഡ് ലോയിലേക്ക് വരുമ്പോൾ തേർഡ് ലോ നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഡെയിലിയിലെ സിറ്റുവേഷൻസിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ഓഫ് മോഷൻ ആണ് നമ്മുടെ തേർഡ് ലോ ഓഫ് മോഷൻ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല സംഭവങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ ഈ തേർഡ് ലോ ഓഫ് മോഷൻ. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ തേർഡ് ലോ ഓഫ് മോഷൻ ഒരു എക്സാമ്പിൾ വല്ലതും പറയാൻ പറ്റുമോ? അതെ, റോക്കറ്റ് പ്രൊപ്പൽഷൻ നമുക്ക് പറയാൻ പറ്റും. റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, തേർഡ് ലോ ഓഫ് മോഷൻ നമുക്ക് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണത്. ഓക്കെ, തേർഡ് ലോ ഓഫ് മോഷനെ പറ്റി നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അത് വേണമെങ്കിൽ നമുക്ക് പറയാം എഫ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. ജസ്റ്റ് അത്രയും ഒരു എക്സ്പ്രഷൻ മാത്രമേ എഴുതാൻ പറ്റൂ. എഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ.
അതായത് മോഷൻ നടക്കുന്ന ഒരു ഡയറക്ഷനിലേക്കായിരിക്കും, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മറ്റൊരു ഡയറക്ഷനിലേക്കായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ. നമുക്കിനി വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിനി അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. സോ ഡിസ്കസിങ് അബൌട്ട് ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഡിസ്കസിങ് ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എന്തുവാണ്? നമുക്ക് രണ്ട് പോയിന്റ് മാസസ് ഉണ്ടെങ്കിൽ, നമ്മൾ രണ്ട് പോയിന്റ് മാസസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് പോയിന്റ് മാസസ് ഉണ്ട്. നോക്കൂ, വെയിറ്റ് ചെയ്യണേ. ലെറ്റ് ഫസ്റ്റ് മാസ് ബി, ഇതുപോലെ ഒരു മാസും അതുപോലെ മറ്റൊരു മാസും. ഓക്കെ, ഇവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, രണ്ട് മാസുകളുണ്ട്. ആൻഡ് വി ആർ let the first mass be of mass m1 and second mass be of mass m2. Okay, of mass m2. Okay, ഈ രണ്ട് മാസുകളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ലെറ്റ് us suppose that there is an attractive force between the two masses m1 and m2. അപ്പോൾ നമ്മൾ ഈ രണ്ട് മാസിനെയും കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ രണ്ട് മാസിനെയും കൂടെ ജസ്റ്റ് കണക്ട് ചെയ്യാണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ് വിൽ ബി, let me call that the distance between the two mass as r. ഓക്കെ, അതായത് രണ്ട് മാസിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഈ ആർ എന്ന് പറഞ്ഞത്. അതായത് രണ്ട് മാസിന്റെയും സെന്റർ, ഈ മാസിന് സെന്ററും ഈ മാസിന് സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആർ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് മാസുകൾ തമ്മിലുണ്ടാക്കുന്ന ഫോഴ്സ് ഈസ് ഇക്വിവാലന്റ് ടു, ഈസ് പ്രപ്പോർഷണൽ ടു, നോക്കൂ, the force acting between the two bodies will be proportional to, ഞാൻ പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ ഇവിടെ കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഓക്കെ, ആക്ച്വലി ദ എക്സ്പ്രഷൻ ഈസ് എഫ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ, ജി m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. സ്ക്വയർ കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ജി m1 m2 by r square. ഓക്കെ, ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. ഓക്കെ, ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. നോക്കൂ, ഇതെങ്ങനെ വന്നു എന്നറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഈ ജി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, നമുക്ക് ഈ ഒരു ഇപ്പം നമുക്ക് ലോസ് ഓഫ് മെക്കാനിക്സ് എഴുതാൻ ചോദിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ പോർഷൻ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1 m2 നമ്മുടെ ഫോഴ്സ് ഈസ് proportional to the product of the two masses of the bodies. അതായത് ഫോഴ്സ് F is proportional to m1 into m2. ആ പ്രപ്പോർഷണാലിറ്റി സിമ്പിൾ ഇവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഓക്കെ, F is proportional to the product of the two masses of the bodies. That is, F is proportional to m1 into m2. അതുപോലെ similarly we can write F is proportional to 1 by r square. അതായത് നമുക്കറിയാം രണ്ട് ബോഡീസിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആർ ആണെന്നും, അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ്, അതായത് ഈ മ്യൂച്വൽ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ്. ഇതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെയുള്ള കേസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും ഒക്കെ. അതായത് ഇങ്ങനെയുള്ള കേസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. നിങ്ങൾ ഇലക്ട്രിക്കൽ പഠിച്ചപ്പോൾ അവിടെയും പഠിച്ചിട്ടുണ്ടായിരിക്കും.
മാഗ്നറ്റിസം പഠിച്ചപ്പോൾ അവിടെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഗ്രാവിറ്റേഷനകത്തും ഉണ്ട്. അതുപോലെ നമ്മൾ മറ്റേ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണ്. ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിലും അങ്ങനെ തന്നെയാണ് എനർജി ഡിസിപ്പേഷൻ. ഓക്കെ, ഇതാണ് മെയിൻലി നമുക്ക് അറിയേണ്ട ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ.